ഇന്ന് കേരളത്തിൽ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ള ഒരു ജോലിയാണ് പ്രീ പ്രൈമറി ടീച്ചർ ആവുക എന്നുള്ളത്. എന്നിരുന്നാലും ഒരുപാട് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കോഴ്സ് കൂടിയാണത്. കാരണം ചില ടീച്ചേഴ്സിന് 25,000-ലധികം സാലറി ലഭിക്കുമ്പോൾ ചിലർക്ക് ലഭിക്കുന്നത് വെറും 5,000 രൂപയൊക്കെയാണ്. കേരളത്തിന് പുറത്താണെങ്കിൽ 30,000 40,000 രൂപയും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 1,00,000 രൂപ വരെ സാലറി വാങ്ങുന്ന പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രീ പ്രൈമറി ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസ് തീർത്തരുന്നതായിരിക്കും. ഏത് കോഴ്സ് പഠിക്കണം, എവിടെ പഠിക്കണം, ഓരോ സ്ഥലങ്ങളിലും എത്രത്തോളം സാലറി ലഭിക്കും, അതുപോലെ നല്ല സ്കൂളിൽ എങ്ങനെ ജോലി നേടാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ആദ്യം എന്താണ് ഒരു പ്രീ പ്രൈമറി ടീച്ചറുടെ ജോലി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ് ഇവയൊക്കെ കഥകളിലൂടെയും കളികളിലൂടെയും രൂപീകരിച്ചെടുക്കുക. അതുപോലെ അക്ഷരങ്ങൾ, അക്കങ്ങൾ, ഷേപ്പുകൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് വരിക. അതുപോലെ നിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ട്, കുട്ടികളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാത്തൊരു ഫീലിംഗ് ഉണ്ടായേക്കാം. പ്രീ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് ഹൈസ്കൂൾ, കോളേജ് പോലെ സെൻട്രലൈസ്ഡ് അല്ലാത്തതുകൊണ്ടും ഇതിനെ നിയന്ത്രിക്കാൻ കൃത്യമായ ബോർഡുകളോ ഡിപ്പാർട്ട്മെന്റുകളോ ഇല്ലാത്തതുകൊണ്ടും ഒരുപാട് കോഴ്സുകളും അത് ഓഫർ ചെയ്യുന്ന ഒരുപാട് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിനെ കുറിച്ചെങ്കിലും കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, അതിനെന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. നിലവിൽ പ്രധാനമായും 5 കോഴ്സുകളാണുള്ളത്. NTT, PPTTC, IMTC, MTC, ECCE. ഇതിൽ ഓരോ കോഴ്സിനും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തിനും സാമ്പത്തിക ശേഷിക്കും അനുസരിച്ച് ഇതിൽ നിന്നും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ NTTയും PPTTCയും ഏകദേശം ഒരുപോലെയാണ്. രണ്ടിനും 10ാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. എന്നിരുന്നാലും മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്കൂളുകളിലും +2 കഴിഞ്ഞവരെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് +2 ഇല്ലെങ്കിൽ +2ന് തുല്യമായ സർട്ടിഫിക്കറ്റോ ഉണ്ടാക്കിയതിന് ശേഷം ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇനി നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് അതിൻ്റെ സർട്ടിഫിക്കറ്റിന് കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സറി ടീച്ചേഴ്സിന് വേണ്ടി നടത്തുന്ന PSC എക്സാം എഴുതാവുന്നതാണ്. 35,600 മുതൽ 75,400 വരെയാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. പക്ഷേ നിങ്ങൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം ഏതെങ്കിലുമൊക്കെ വർഷങ്ങളിൽ 2-3 ജില്ലകളിൽ 1-2 വേക്കൻസികൾ മാത്രമാണ് വരാറുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ അത് കണ്ടിട്ട് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് മണ്ടത്തരായിരിക്കും. അതുപോലെ മറ്റ് കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീസ് കുറവുള്ള 2 കോഴ്സ് കൂടിയാണ് NTTയും PPTTCയും. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇന്റർനാഷണൽ സ്കൂളുകൾ, അത്യാവശ്യം പ്രീമിയം സ്കൂൾസ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂൾസിലൊന്നും NTT, PPTTC ചെയ്തവരെ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി വേണം, സാലറി കുറവായാലും പെട്ടെന്നൊരു ജോലി വേണം എന്നുള്ള സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. കാരണം 5,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ കോഴ്സ് എടുത്തവർക്ക് ലഭിക്കാറുള്ളത്. MTC അഥവാ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സാണ് ഈ ഉള്ള കോഴ്സുകളിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ അതിനാദ്യം +2 പാസ്സായിരിക്കണം. കുറച്ചധികം ഫീസ് ഉണ്ടായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പ്രീമിയം ഇന്റർനാഷണൽ സ്കൂളിലൊക്കെ MTC കഴിഞ്ഞവരെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉണ്ട് എന്ന് കരുതി പെട്ടെന്ന് ജോലി ലഭിക്കില്ല. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം, നല്ല രീതിയിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. അതുപോലെ നിങ്ങൾ ഹയർ ചെയ്യുന്നതിന് മുമ്പേ ഡെമോ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു ക്ലാസ് എടുത്ത് കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് വൺസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സാലറി ലഭിക്കും. 10,000 മുതൽ 20,000 രൂപ വരെയൊക്കെ സാലറി സ്റ്റാർട്ടിങ് ലഭിക്കാറുണ്ട്. ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സിറ്റിയുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും സാലറി. വലിയ സിറ്റി ആണെങ്കിൽ സാലറിയിലും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടായിരിക്കും. അതുപോലെ കേരളത്തിന് പുറത്തും ഈ കോഴ്സിന് നല്ല രീതിയിലുള്ള വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ചെന്നൈ, അതുപോലെ ഡൽഹി, ഇവിടെയൊക്കെ ഈ കോഴ്സ് ചെയ്തവർക്ക് 15,000 മുതൽ 20,000 രൂപയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ സാലറി ലഭിക്കാറുണ്ട്. അതുപോലെ ഈ കോഴ്സ് നിങ്ങൾ എടുത്ത് നാട്ടിൽ 2-3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗൾഫിലൊക്കെ ജോലി ലഭിക്കാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഗൾഫിലുള്ള പ്രൈവറ്റ് സ്കൂളുകളിലും MTC ചെയ്തവരെ പ്രിഫർ ചെയ്യാറുണ്ട്. ECCE അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് അടുത്തൊരു കോഴ്സ് എന്ന് പറയുന്നത്. ഇത് കുഴപ്പമില്ലാത്തൊരു കോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇത് ചെയ്യാൻ നിങ്ങൾ ആദ്യം +2 പാസ്സായിരിക്കണം. അതുപോലെ IGNOU യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് ഡിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഒരു വർഷമൊക്കെയാണ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 3,500 രൂപ മുതൽ 5,000 രൂപ വരെയൊക്കെയാണ് ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചർ വരുന്നത്. അതുപോലെ ഇത് പക്ഷേ MTCയുടെ അത്ര മോണ്ടിസോറി ടീച്ചിങ് കോഴ്സിന് അത്രത്തോളം ഈ കോഴ്സിന് വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല സ്കൂളിലൊക്കെ ECCE ചെയ്തവരെ പ്രിഫർ ചെയ്യാറുണ്ട്. അടുത്തത് IMTC ആണ്, ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സ്. പേരിലുള്ളതുപോലെ തന്നെ ഇന്റർനാഷണൽ ആണ്. നിങ്ങൾ ഗൾഫ് കൺട്രീസിലോ അതുപോലെ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന് നിങ്ങൾ ആദ്യം +2 പാസ്സായിരിക്കണം. അതുപോലെ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. 2 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീസ് വരുന്നത്. ഈ കോഴ്സ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മോണ്ടിസോറി ഇന്റർനാഷണൽ കീഴിലുള്ള ഈ പറയുന്ന ഒഫീഷ്യൽ സ്ഥാപനങ്ങളിൽ മാത്രം പഠിക്കുക. ഇതല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിനതിൻ്റെതായ റിസ്കുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടതിന് ശേഷം മാത്രം ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കോമ്പറ്റീഷനും അത്രത്തോളം ഹൈ ആയിരിക്കും. ഇന്റർനാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം, കുട്ടികളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് അറിയാലോ കോമ്പറ്റീഷൻ എത്രത്തോളം ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സാലറി ലഭിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 മുതൽ 1,00,000 രൂപ വരെ സാലറി ലഭിക്കാറുണ്ട്. ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിലൊക്കെ IMTC എടുത്തവരെ മാത്രമാണ് പരിഗണിക്കാറുള്ളത്. വേറൊരു കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ ജോലി ലഭിക്കില്ല. അതുപോലെ ഗൾഫിലുള്ള കുഴപ്പമില്ലാത്ത പ്രൈവറ്റ് സ്കൂളിലൊക്കെ പ്രീ പ്രൈമറി ലെവലൊക്കെ നിങ്ങൾക്ക് സാധാ MTTC ഉണ്ടെങ്കിലും ജോലി ലഭിക്കും. പക്ഷേ നിങ്ങൾക്ക് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മാത്രം. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളിൽ ഏത് തിരഞ്ഞെടുത്താലും അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക കുട്ടികളുടെ സൈക്കോളജി, ക്ലാസ് റൂം മാനേജ്മെന്റ്, ടീച്ചിങ് മെത്തേഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഏത് കോഴ്സ് എവിടെ നിന്ന് പഠിച്ചാലും ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് മാത്രം ഉറപ്പുവരുത്തുക. ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരു കോംപ്രമൈസും വരുത്തരുത്. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ കരിയർ എത്രത്തോളം വളരണം, നിങ്ങളുടെ സാലറി എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനനുസരിച്ചായിരിക്കും. ഇനി നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇനി എങ്ങനെയാണ് ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതെല്ലാവരും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം. നിങ്ങൾ ഗൾഫിലാണ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിലൊരുവിധം എല്ലാ ഇന്റർനാഷണൽ സ്കൂളുകളും പ്രീമിയം സ്കൂളുകളൊക്കെ വാക്കൻസികൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ത്യയിലുള്ള പ്രീമിയം ഇന്റർനാഷണൽ സ്കൂളാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിലും ഇതുപോലെ വാക്കൻസികൾ റിപ്പോർട്ട് ആവാറുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട്, ലിങ്ക്ഡിൻ നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ നിങ്ങൾ ഇന്റർനാഷണൽ പ്രീമിയം സ്കൂളുകളെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അവരും വാക്കൻസികൾ ഉണ്ടെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ തന്നെ ഒരു ലോകമാണ്. അതിനേക്കാൾ എളുപ്പം നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ടീച്ചർ റിലേറ്റഡ് വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ കണ്ടെത്തുന്നതായിരിക്കും. അതായിരിക്കും ഒന്നും കൂടി കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുണ്ടാവുക. ഈ പറയുന്ന വെബ്സൈറ്റുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ മുന്നേ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ നാട്ടിലുള്ള പ്രീ പ്രൈമറി സ്കൂളുകൾ കണ്ടെത്തി അവിടെ നേരിട്ട് ചെന്ന് വാക്കൻസികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ CV റെസ്യൂമെ കൊടുത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ വീഡിയോയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കണ്ട ഉടനെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. താങ്ക്